അതുപോലെ തന്നെ ആദരണീയനായ മുസ്തഫാനന്ദ സ്വാമികൾക്കുള്ള നന്ദി അറിയിക്കുന്നു. फोटो के थैंक यू वेरी मच। പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഈ അനുസ്മരണ യോഗത്തിലേക്ക് നമ്മുടെ വിശിഷ്ടാതിഥികൾ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ബഹുമാന്യനായ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവർ വേദിയിലേക്ക് എത്തുകയാണ്. പരിപാടിക്ക് ഔദ്യോഗികമായി നന്ദി പറയുന്നതിനായി ഞാൻ നമ്മുടെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ ശ്രീ ജോസി ഫിലിപ്പിനെ സാദരം ക്ഷണിക്കുന്നു. സദസ്സിലിരിക്കുന്നവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് എടുത്ത് ഒരിക്കൽ കൂടി പറയുകയാണ്. ഇരവിലോ ചന്ദ്രത്തിൽ കൃഷ്ണൻകുട്ടിയായിട്ടുള്ള ആദ്യത്തെ ഇലക്ട്രോണിക് വീൽ ചെയർ ഇവിടെ ബഹുമാനപ്പെട്ട ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ചരിത്രപ്രസിദ്ധമായ പുതുപ്പള്ളിയുടെ പൂരപ്പട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി മാത്യു, ശ്രീ കെ എൻ ഹരിഹരൻ അറിയിക്കാൻ പോവുകയാണ്. അതിനെല്ലാം സാക്ഷികളായി പുതുപ്പള്ളിയിലെ ജനങ്ങൾ, ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളും. One year since our beloved man left us, but filling us with memories to this day, to this moment, and to continue forever. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്ട് ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീനയുടെ ഉദ്ഘാടനം അദ്ദേഹം ഇപ്പോൾ നിർവഹിക്കുന്നതാണ്. വിളക്ക് തെളിയിച്ച് ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മത്തിന് ശേഷം അതിന് തൊട്ടടുത്ത് തന്നെ ശിലാഫലകം അനാവരണം ചെയ്തുകൊണ്ട് സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യ സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങുന്നത് വൈഷ്ണവി സുനിൽ. पुतुपल्ली नियम सभा अंगम आया श्री चंडी ओमे स्वामी श्री गुरुरत्नम ज्ञान तपस्वी जनरल सेक्रेटरी शांतिगिरी आश्रम of Umen Chandi ji, who have made
generous contribution to the trust which has been inaugurated today, foundation which has been inaugurated today. പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വന്ദനം. മുൻ മുഖ്യമന്ത്രിയും കേരളം കണ്ട ഏറ്റവും ജനകീയ നേതാവും ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിജിയുടെ ഒന്നാം ഓർമ്മ ദിനം ആണ് ഇന്ന്. ആ പുണ്യ ആത്മാവിന്റെ പാവന സ്മരണക്ക് മുന്നിൽ എൻ്റെ സാദര പ്രണാമം. ആർജിച്ച നേതാവായിരുന്നു അദ്ദേഹം. ഈ ഊർജം കരുണയുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ജനസേവനത്തിൽ ഇന്നും പ്രതിഫലിച്ചു. പരാതിയും ആവശ്യങ്ങളും ആയി ആർക്കും സമീപിക്കാനും ജനപ്രതിനിധി ആയിരുന്നു അദ്ദേഹം. ജസ്റ്റിസ് ടു ദി പ്രൊനൗൺസിയേഷൻ ആയി കരുതി സ്നേഹിച്ചു. സ്നേഹത്തിന്റെ ഈ പാരസ്പര്യം ആണ് ഉമ്മൻചാണ്ടിജിയുടെ പൊതുജീവിതത്തെ ധന്യം ആക്കിയത്. നമ്മുടെ സ്നേഹവാഹനം ശ്രീ ചാണ്ടി ഉമ്മൻ എന്നെ നമ്മുടെ ബഹുമാന്യ ഗവർണർക്ക് നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു പൊന്നാട എണീച്ച് ആദരിക്കുകയാണ്. ഈ നിമിഷത്തിൽ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് On behalf of Umman Chandi Foundation, we would like to thank you and also thank Kalyan Jewellers, Men's Hospital, Oxygen Digital, Sri Salim University Global Committee for the scholarship support they have provided, without which we cannot give the scholarship. And on behalf of the foundation, I would like to present a moment to നിർവഹിക്കുകയാണ്. പൂരക്കടയിൽ 1/2 ഏക്കർ സ്ഥലത്ത് ശ്രീ കെ എൻ ഹരിഹരൻ നായർ നൽകിയ 1/2 ഏക്കർ സ്ഥലത്ത് മാളിയേക്കൽ ട്രസ്റ്റ് 27 ലക്ഷം രൂപ ചെലവാക്കി നമുക്ക് വേണ്ടി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് വേണ്ടി പണിത ഫുട്ബോൾ ടർഫ്, ഇനി അറിയപ്പെടുന്നത് OC സ്പോർട്സ് അരീന എന്നാണ്. അതിന്റെ ഉദ്ഘാടനമാണ് ബഹുമാനിയായ ഗവർണർ ഇപ്പോൾ നിർവഹിച്ചത്. ഇരുവർക്കും നമ്മുടെ സ്നേഹാദരങ്ങൾ ബഹുമാനിയായ ഗവർണർ സമർപ്പിക്കുകയാണ്. ശ്രീ കെ എൻ ഹരിഹരൻ നായർ പൂരപ്പടയിൽ ശ്യാമക്കലായിൽ 1/2 ഏക്കർ സ്ഥലമാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് വേണ്ടി അദ്ദേഹം നൽകിയത്. അദ്ദേഹത്തിനുള്ള സ്നേഹം ആദരം നൽകുന്നു. അതുപോലെ മാളിയേക്കൽ ട്രസ്റ്റ്, ജോൺ ഫിലിപ്പ് മാളിയേക്കൽ ട്രസ്റ്റാണ് നമുക്ക് 27 ലക്ഷം രൂപ ചെലവാക്കി ഫുട്ബോൾ പണിത് തന്നത്. താങ്ക് യു. അടുത്തതായി സ്കോളർഷിപ്പ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് വേദിയിൽ നടക്കുന്നത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ is providing scholarship to 3,000 deserving students across Kerala, and the state level inauguration of this project is happening today. In the 30 minutes of the documentary, ഗവർണർ ശ്രീ ചാണ്ടി ഉമ്മൻ നൽകുകയാണ്. 1 ഏക്കർ സ്ഥലമാണ് നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടി. of St. George. All the way this way. How is it? ആദ്യമായിട്ട് നമ്മളെ വിളിച്ചതാണ് ചോദിക്കുന്നത്. എന്ന് ബഹുമാനിയായ ഉമ്മൻചാണ്ടി സാർ കേരളത്തിൽ വനിതാ പ്രാതിനിധ്യമില്ലാതെ എന്ന കാലത്ത് യഥാർത്ഥത്തിൽ സഹാനുഭൂതി എന്ന അർത്ഥം വരുന്ന എമ്പതി എന്നുള്ള വാക്ക് ആദ്യകാലത്തെ ഇംഗ്ലീഷ് നിഘണ്ടുവിൽ പോലില്ല. ആദ്യകാല ഇംഗ്ലീഷ് ബൈബിളിൽ പോലില്ല എമ്പതി എന്നുള്ള വാക്ക്. ഞാൻ ഓർത്തത് സ്വാതന്ത്ര്യ സമരകാലത്ത് കൽക്കട്ടയിൽ നിന്നും പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ്സ്മാൻ ദിനപത്രത്തിൽ അതിൻ്റെ എഡിറ്റോറിയലിൽ
ഗാന്ധിയെ കുറിച്ചൊരു വാചകം ഉണ്ടായിരുന്നു. ഹി പുട്ട് സിൻസിയറിറ്റി ഇൻ ടു പോളിറ്റിക്സ്. അടുത്ത വാചകം അതിനേക്കാൾ തീവ്രമായിരുന്നു. ഹി പുട്ട് ക്രോസ് ഇൻ ടു ദ പൊളിറ്റിക്സ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ കുരിശിനെ ചേർത്ത് പിടിച്ചു എന്നാണ്. ഗാന്ധി ശിഷ്യന്മാരിൽ പ്രമുഖനും വലിയ സുവിശേഷ പ്രചാരകനുമായിരുന്ന സ്റ്റാൻലി ജോൺസ് എഴുതിയ ക്രൈസ്റ്റ് ഓൺ ദ ഇന്ത്യൻ റോഡ്സ് എന്ന പ്രസിദ്ധമായ പുസ്തകത്തിലാണ് ഞാൻ ഈ വരികൾ വായിച്ചത്. ജനക്കൂട്ടത്തിൽ നിൽക്കുന്ന, ജനസമ്പർക്ക പരിപാടിയിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ അപ്പോൾ ഓർത്തത് പുരുഷാരത്തിന്റെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. ഞാനപ്പോൾ ഓർത്തതാണ്, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവൻ പുരുഷാരത്തെ ഇടയൻ നഷ്ടപ്പെട്ട ആട്ടിൻകൂട്ടം ചിന്നിയതും ചിതറിയതുമായി നിൽക്കുന്ന കണ്ട് അവരോട് മനസ്സലിഞ്ഞു എന്നാണ്. ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന കണ്ണീർ വറ്റിപ്പോയ കണ്ണുകളുമായി നിൽക്കുന്ന മനുഷ്യരോട് അലിഞ്ഞ് അവരോട് മനസ്സ് കാട്ടിയതാണ് ക്രിസ്തുവിനെയും ഉമ്മൻചാണ്ടിയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കാര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഉമ്മൻചാണ്ടി കാട്ടിയ ആ വലിയത. ശതാധിപൻ, മലയാളികളുടെ ശതാധിപൻ ഇങ്ങനെ പറഞ്ഞു, ഹി വാസ് എ റൈറ്റിയസ് പേഴ്സൺ. അദ്ദേഹം നീതിമാനായി. ആ വാക്ക് കബറിടത്തിൽ എഴുതിയതിന് ഞാൻ കുടുംബത്തോട് പ്രത്യേകമായ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് ഓർക്കാൻ ആ നീതിമാൻ കാണിച്ചു തന്ന വഴികൾ, ആ മാർഗം നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതാണ് ഉമ്മൻചാണ്ടി. ഇന്നലെ എല്ലാവരും ചോദിച്ചു, മാധ്യമപ്രവർത്തകർ, ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു വർഷം, ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആ ഒരു വർഷം നമ്മുടെ മുമ്പിൽ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളും അദ്ദേഹം കാണിച്ചു തന്ന ആ വഴികളിൽ പ്രകാശ ഗോപുരം പോലെ തെളിഞ്ഞ മാർഗം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള നമ്മുടെ ബോധ്യമായിരിക്കും നമ്മളെ നയിക്കുന്നത് എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ആ വലിയ മനുഷ്യന്റെ ഓർമ്മകളെ ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തി. അവർക്ക് കൊടുത്ത എല്ലാ സൗകര്യത്തിനും നന്ദി പറയുന്നു. പ്രിയപ്പെട്ട വികാരി, സഹവികാരി കുര്യാക്കോസ് അച്ഛൻ, അതുപോലെ തന്നെ പ്രസംഗിച്ചു. അങ്ങ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ വാക്കുകൾ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്ക് ആദ്യമായ സ്വാഗതം. നമുക്ക് അദ്ദേഹം കാണിച്ച മാർഗങ്ങളുടെ ജനകീയ നേതാവായിട്ട് പ്രൊവൈഡായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ വികസനം വേണ്ടി എന്തൊക്കെ ചെയ്യും, ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി എന്തൊക്കെ പ്രവർത്തിക്കാൻ, എങ്ങനെയാണ് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി. ഒരു ഉദാഹരണമാണ് ഈ ജനസമ്പർക്കം. ഞാൻ അദ്ദേഹത്തെ ഒരു ജില്ലയിൽ നിന്നുള്ളൂ, എൻ്റെ തിരുവനന്തപുരത്ത് 14 ജില്ലയിൽ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ ഒരു വേദിയിൽ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളിപ്പോൾ 14 ജില്ലയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടു, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു സംശയത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മുടെ ജനങ്ങളെല്ലാം വെച്ച് പ്രധാനപ്പെട്ടത്. അങ്ങനെയാണ് അദ്ദേഹം ആരംഭിച്ചത് ഈ കാരുണ്യ പദ്ധതിയും ഈ സൗജന്യം ചെയ്ത മരുന്നുകളുടെ ചുരുക്കി വില കൊടുക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നേതാവ്. ഇത് എല്ലാം കാണുമ്പോൾ അദ്ദേഹത്തെ പോലെ നേതാവ് കിട്ടാൻ ഒരു സംശയമില്ല. അദ്ദേഹത്തെ മാത്രം ജനങ്ങളുടെ മനസ്സിൽ നല്ല ശേഷം കൂടിയിട്ടാണ് ചുരുങ്ങി. സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ അദ്ദേഹം ഓർക്കുന്നു, പ്രത്യേകിച്ച് സ്മാരകം പോലും നിർമ്മിച്ചില്ല എന്നൊരു വിമർശനം വരുന്നുണ്ട്. ഈ സർക്കാർ ഈ കാര്യത്തിൽ സംയോജിത രാഷ്ട്രം കളിക്കുന്നത് ശരിയല്ലാന്നാണ് എൻ്റെയും അഭിപ്രായം. ഇദ്ദേഹം ഇപ്പോൾ ശരിക്ക് നമ്മളെല്ലാവരും വിട്ടുപോയി. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി നേതാവായിട്ട് കാണുന്നത് നല്ല ആവശ്യമാണ്. ഒരു ഭയങ്കര വലിയ ഒരു സൺ ഓഫ് കേരള, കേരള പുത്രനായിട്ട് കേരളത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന അയാൾക്കു തുല്യമയളു തന്നെ പകരമില്ല മറ്റൊരാൾ. ദുഃഖിതന്റെ കണ്ണുനീരിനൊപ്പു രസമൊന്നു മാത്രം തൊട്ടറിഞ്ഞുകൂട നിന്ന
ജഡപ്രകാരം അനുച്ഛേദന മരണം മൂലം നേരങ്ങളിലും അടിയങ്ങളായി സൂക്ഷിക്കുന്ന ദിവസങ്ങളൊക്കെയും സുഖി ബഹുമാനോ ആരാധന യോഗ്യമാകുന്നു. ആകാശമേഖലയിൽ അഗതനാകുമ്പോൾ ആ സമയം പാകൽ പുലരുകയും കവറുകൾ തുറക്കപ്പെടുകയും മൃഗന്മാരെഴുതിയൊക്കെയും സുഗന്ധകാരപ്പെടുകയും ചന്ദ്രന്മാര് പോവുകയും നക്ഷത്രങ്ങളെ പ്രകാശരഹിതരാവുകയും ലോകത്തിന്റെ സത്യബന്ധം കൊള്ളുകയും സൃഷ്ടികളെ ബന്ധം ഛേദിക്കപ്പെടുകയും തീരുകയും ആകാശം ഒരു പോലെ മുടപ്പെടുകയും ചെയ്യും. കാരുണ്യവാനായ കർത്താവായ ആ ഭയങ്കര സമയത്ത് അനുസരിക്കുന്ന നേരത്ത് ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസനോട് അതേതോ നേടമേ. നീ ഉത്തമനും ദാനങ്ങൾ സമ്പന്നനും മനുഷ്യ സ്നേഹമുള്ളവരാകുന്നുവല്ലോ. നിനക്ക് സ്തുതി സ്തോത്രമാറായണമേ. ഓ പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. ദൈവത്തിന്റെ സ്നേഹമേതാതിന്റെ കൃപ പരിശുദ്ധമാണ് സമ്മതാവാസം. നാം എല്ലാവരുടെ മേലും പ്രത്യേകാൽ നാം ആരെ ഓർത്തോർത്തുവാസിലാക്കാൻ കൂടി എല്ലാ കുടുംബാംഗങ്ങളുടെ മേലും നടക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും മാറാകട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഹാളിൽ നല്ലവരോട് നടന്നിരിക്കുന്നു. മാത്രമേ പോകാവുള്ളൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. ആ പരിപാടിക്ക് എല്ലാവരും
സമീപത്തിൽ മറ്റൊരു നിങ്ങൾ കർത്താവിന്റെ ജയമുള്ളതിനുമായി എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബാധിക്കുമോ? ബ്രേക്ക്ഫാസ്റ്റ് കരുതിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അവിടെ വന്ന് ഭക്ഷണം കൂടെ കഴിച്ചിട്ട് മാത്രമേ പോകുള്ളൂ.